ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എനിക്ക് പുറത്തൊന്ന് പോകണം. പിന്നെ മോൾക്ക് ട്യൂഷനുണ്ട്. അവൾ ട്യൂഷനും കൂടെ ആക്കിയിട്ട് ആദ്യം മോനെയും കൊണ്ട് പോകണ്ടെന്നാണ് വിചാരിച്ചത്. പിന്നെ അവൻ എപ്പോൾ വരും അമ്മ എപ്പോൾ വരും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പുറത്ത് പോകുമ്പോഴത്തേക്ക് വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ മോനെയും കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് എനിക്കൊന്ന് സ്പാ ചെയ്യണം. വേറൊന്നുമില്ല, ഇതുവരെ സ്പാ ചെയ്തിട്ടില്ല. ഞാൻ ബോട്ടോക്സ് ചെയ്തായിരുന്നു, പക്ഷേ അതിന് മുന്നേ എനിക്ക് തലയിൽ താരനുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം പുറ്റ് കണക്കുള്ള താരനാണ്, അത് മാറുന്നില്ല. എന്തൊക്കെ പൊടിക്കൈകൾ ചെയ്തിട്ടും കുറേ മെഡിസിൻ കഴിച്ച് എന്നിട്ടൊന്നും മാറുന്നില്ല. നല്ല പോലെ മുടി ഹെയർ ഫാൾ നല്ല പോലെ ഉണ്ട് കേട്ടോ. അതെങ്ങനെ അത് മാറ്റിയെടുക്കാൻ പറ്റി? ഡാൻഡ്രഫ് വന്നു കഴിഞ്ഞാൽ പോത്തില്ലെന്നൊക്കെ പറയുന്നത് സത്യമായിരിക്കും. മുടി പൊഴിച്ചില്ലെന്ന് വെച്ചാൽ മുട്ടയടിച്ചാലോ എന്ന് തന്നെ ചിന്തിച്ചു. പക്ഷേ ചേട്ടൻ പറഞ്ഞ് മുട്ടയടിച്ച് കഴിഞ്ഞാൽ ആ വഴിക്ക് അങ്ങ് പൊയ്ക്കോണം, പിന്നെ ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞു. ഇനി ഞാൻ അങ്ങനെ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇതുവരെ എടുത്തിട്ടില്ല. ഞാൻ വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ പൊടിക്കൈകൾ അങ്ങനെയൊക്കെ ചെയ്ത് ഇത്തിരിയൊക്കെ ഡ്രൈനെസ് വരുമ്പോഴല്ലേ ഡാൻഡ്രഫ് വരുന്നത്. അതുകൊണ്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പൊടിക്കൈകളൊക്കെ ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നത്. ഇനി സ്പാ ചെയ്തിട്ട്, ഇനി സ്പാ ചെയ്യാത്തതുകൊണ്ടാണോ എന്ന് വിചാരിച്ചിട്ടാണ് സ്പാ ചെയ്യാൻ പോയത്. എന്നിട്ടും ഒന്നൊരു രക്ഷയില്ല, മാറ്റമില്ല. നല്ല അതേ കണക്ക് പുറ്റ് കണക്കുണ്ട്. അത് എങ്ങനെ മാറും, ഇനി അകത്തെ വല്ല പ്രോബ്ലം ആണോ എന്നൊന്നും എനിക്ക് അറിയാൻ വയ്യ. പക്ഷേ സ്പാ നല്ല സുഖമുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ സ്പാ അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ നല്ല മസാജും കാര്യങ്ങളും എല്ലാം സൂപ്പറായിരുന്നു. ഇനി ഞാൻ നല്ല പോലെ എൻജോയ് ചെയ്താണ് ആ സ്പാ ചെയ്തത് കേട്ടോ. പിന്നെ മോൻ അവിടെ ഒതുങ്ങിയിരുന്നു. ഞാൻ പറഞ്ഞ് തിരിച്ചു പോകുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും മേടിച്ച് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ നേരെ ഇത്തിരി ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഷോപ്പിങ്ങിന് പോയി. പുള്ളിക്കാരൻ കൊട്ടയൊക്കെ പിടിച്ച് നടപ്പുണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകളുണ്ട്, എനിക്കറിയാം. ഇത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്പോട്ടിൽ വെച്ച് എനിക്കുള്ള പണിക്കാമെന്ന് എനിക്കറിയാം. ആദ്യം ക്യാൻഡീസ് ഉണ്ട്. ഞാൻ പറഞ്ഞ് ക്യാൻഡീസ് തരാം, ക്യാൻഡീസ് എടുത്ത് തരാം എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഐസ്ക്രീം ഞാൻ പറഞ്ഞ് ഐസ്ക്രീം മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോനെ പനി പിടിക്കുകയാണ്. ഞാൻ ഒരു ചെറിയൊരു കോല ഐസ്ക്രീം കണക്കത്തൊരു ഐസ്ക്രീം മേടിച്ച് കൊടുത്തു കേട്ടോ. പിന്നെ എൻ്റെ സൗണ്ടിന് ചെറിയ പ്രോബ്ലം ഉണ്ട്. കുറച്ച് ദിവസം എനിക്ക് മൂക്കടപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ സൗണ്ടിൻ്റെ പ്രോബ്ലം വരുന്നത്. അങ്ങനെ അവിടെയുള്ള സോപ്പും കാര്യങ്ങളും എല്ലാം വാരിപ്പെറുക്കിയൊക്കെ എടുത്തു. പിന്നെ കുറേ നേരം അവിടെ കറങ്ങി തിരിഞ്ഞൊക്കെ നിന്ന് എനിക്കൊന്ന് ആൾ കണ്ടിട്ടുണ്ട്. അവിടെ എന്തോ പുള്ളിക്കാരൻ കണ്ടിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് മനസ്സിലായ അവൻ്റെ സ്വഭാവത്തിലൊക്കെ ചെറിയൊരു മാറ്റം അനുഭവപ്പെട്ട്. ചേട്ടനുമായിട്ട് വന്നു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. എന്തെങ്കിലുമൊക്കെ നമ്മളിൽ അത്രയും പൈസ കാണും. ഞാൻ അത്രയും പൈസ കൊണ്ടല്ല പോയത്. ഇത്തിരി അത്യാവശ്യം എന്തെങ്കിലും വീട്ടിലേക്കുള്ള സാധനം മേടിക്കാമെന്ന് പറഞ്ഞാൽ പോയത്. അപ്പോഴത്തേക്കും ടോയ്സ് കണ്ട് എൻ്റെ പൊന്നെ അവിടെ പണി പാളി. പിന്നെ കരച്ചിലും ബഹളവും. ആ കടയിൽ നിൽക്കുന്നവരെല്ലാം എന്നെ നോക്കിയാന്ന് വെച്ചാൽ ഇതെന്തൊരു അമ്മ, ഇതെന്താ മേടിച്ചു കൊടുക്കാത്ത, എനിക്കല്ലേ അറിയാവൂ. എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല. എൻ്റെ കയ്യിൽ ഞാൻ അത്യാവശ്യത്തിന് എന്തെങ്കിലും അത് മേടിക്കാനുള്ള ക്യാഷുമായിട്ടാണ് കൊണ്ടുപോയത്. അങ്ങനെ അവിടെ നിന്ന് ആലമ്പായ അവസാനം ചേച്ചിയുടെ തുറന്ന് ചേച്ചി എളുപ്പമൊന്ന് ബില്ലിട്ടത് എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറയാൻ. ഇവൻ വണ്ടിക്കകത്ത് കയറുമെന്ന് തന്നെ എനിക്ക് പേടിയായിരുന്നു. എന്തൊക്കെയാലും വണ്ടിക്കകത്ത് കയറി. അവസാനം വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഒരു ഇതൊക്കെ പറഞ്ഞ് സെറ്റാക്കി പ്രോമിസൊക്കെ ചെയ്ത് കൊടുത്ത് ഇനി ഞാൻ മേടിച്ച് തരാം, ആ ടോയ് മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടല്ലാതെ വെളിയിൽ നിന്ന് ഒരു സാധനം പറക്കിക്കൊണ്ട് എനിക്ക് തന്നില്ല. അങ്ങനെ അതെല്ലാം പെറുക്കിയെടുത്ത് എല്ലാം നമ്മുടെ ടേബിളിൻ്റെ മുകളിൽ കൊണ്ട് വെച്ചതിന് ശേഷം പുള്ളിക്കാരൻ ടി വി ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ആ ടി വി ഇടണ്ട, ഇപ്പോൾ അങ്ങോട്ട് വന്ന് കയറിയതല്ലേ ഉള്ളൂ, എനിക്ക് തല പെരുക്കുന്നതെന്ന് പറഞ്ഞു. അതിന് ഒരു കരച്ചിലെന്ന് വെച്ചാൽ നല്ല കരച്ചിലായിരുന്നു. നമ്മൾ പക്ഷേ കൊണ്ടുപോകാൻ നേരം നമ്മളെടുത്ത് അതേ കണക്ക് നിൽക്കും. അമ്മ ഞാൻ അടങ്ങി നിൽക്കാം, അമ്മ തൊഴുവും. പറഞ്ഞ ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷേ തൊഴുവും, കൈകൂപ്പി തൊഴുതിട്ട് പറയും അമ്മ എന്നെ കൂടെ കൊണ്ടുപോകണം. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കുമോ പാവമല്ലേ എന്ന് വിചാരിക്കും. അങ്ങനെയാണ് ഞാൻ കൊണ്ടുപോകുന്നത്. എല്ലായിടവും കൊണ്ടുപോകത്തില്ല എന്ന് പറഞ്ഞാലും കൊണ്ടുപോകുന്നത് അങ്ങനെയാണ്. എനിക്ക് ക്ലാസ്സിൽ നിന്ന് അങ്ങനെ വെള്ളം വേണമെന്ന് പറഞ്ഞ് വെള്ളമൊക്കെ എടുത്ത് തന്ന് പിന്നെ ദാ തുടങ്ങി ഗായ്സ്. ഇപ്പോൾ ഈ കരഞ്ഞ കരച്ചിലെന്ന് വെച്ചാൽ ടി വി ഇടണ്ടെന്ന് പറഞ്ഞതിനാണ്. വന്ന് കയറി ഉടനെ ടി വി ഇടല്ലേ മോനെ എന്ന് പറഞ്ഞതിനാണ് അത്രയും അവൻ കരഞ്ഞ് തകർത്തത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ സെറ്റായിട്ട് പിന്നെ പൊരിയും കാര്യങ്ങളൊക്കെ കഴിച്ച് പിന്നെ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അടുക്കി പറക്കി വെക്കണം. ഞാൻ കുറേ നാളിങ്ങനെ കുറേ നാളെന്ന് വെച്ചാൽ 2 ആഴ്ചയൊക്കെ ഇങ്ങനെ ഒതുക്കാതിരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പുളിച്ചതും വളിച്ചതും ഒക്കെ കാണും. അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് നല്ലപോലെ ക്ലീനാക്കി പുതിയ സാധനങ്ങളെല്ലാം പെറുക്കി അങ്ങോട്ട് വെക്കും. അതെൻ്റെ എപ്പോഴുള്ള ഹോബിയാണ്. നിങ്ങൾ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. അങ്ങനെ സാധനങ്ങളൊക്കെ അടുക്കി പറക്കി വെച്ചു. പിന്നെ മറ്റേ പ്ലാസ്റ്റിക് ഷീറ്റിനകത്ത് പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ വെജിറ്റബിൾസ് കേടുകൂടാതിരിക്കും. പിന്നെ ഈ നമ്മളെ മുളക് തന്നെ ഞെട്ടെറുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. പെട്ടെന്നൊന്നും അളിഞ്ഞും ചീഞ്ഞൊന്നും പോകത്തില്ല. അങ്ങനെ അതൊക്കെ ക്ലീനാക്കി കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിൽ വന്നിട്ട് അവിടുത്തെ ബക്കറ്റൊക്കെ പെറുക്കി വെച്ചിട്ട് അതിനകത്ത് മറ്റേ സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഇട്ടു വെച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. ടാറ്റാ ബൈ.